ബോധമില്ലടാ നിനക്കൊന്നും. ഇതെല്ലാം എന്റെ ഫ്രണ്ട്സ് ആണ്. ഇതിനകത്ത് ഗേൾസ് ഉണ്ട്, ബോയ്സ് ഉണ്ട്. ഞാൻ ഈ 2 ബോയിന്റെ ഇടയ്ക്കാണ് ഇരിക്കുന്നത്. ഇവന്മാർക്ക് ഞാൻ ഈ ഡ്രസ് ഇട്ടിട്ടോ, ഞാൻ ഏത് തരത്തിലുള്ള ഡ്രസ് ഇട്ടാലോ ഇവന്മാരെന്നെ വേറെ കണ്ണിൽ നോക്കത്തില്ല. ഒരു മാന് എന്റെ സിംഹത്തിന്റെ നടക്കിയിരുന്നിട്ട് പിന്നെ ഇവർക്ക് രണ്ടാൾക്കും ഞാൻ ഇവിടെ ഇരുന്നാൽ ഒന്നും തോന്നില്ല, കാരണം ഞങ്ങൾ 3 ആൾ വെജിറ്റേറിയൻ ആണ് എന്നൊരു മാന് പറഞ്ഞാൽ എത്രത്തോളം വെഡിത്താണത്. മാനിനെ സംബന്ധിച്ച് എന്താണ് ഈ നോൺ വെജ് അറിയില്ല. സിംഹത്തിനെ സംബന്ധിച്ച് വെജിറ്റേറിയൻ എന്താണ് സിംഹത്തിന് അറിയില്ല. അതേപോലെയാണ് ഒരു പുരുഷന്റെ ബ്രെയിനിൽ ഒരു പെണ്ണിന് ഒരു ഫ്രണ്ട് എന്നുള്ളൊരു സ്പേസ് അത് ഉണ്ടാവില്ല. അവനെ സംബന്ധിച്ച് സെക്ഷൽ അട്രാക്ഷൻ, സെക്ഷൽ അവേഴ്ഷൻ തോന്നുന്ന ബന്ധങ്ങളുണ്ട്, സെക്ഷൽ അട്രാക്ഷൻ തോന്നുന്ന ബന്ധങ്ങളുണ്ട്. ഇതിന്റെ പേരിൽ അവൻ ആളുകൾ തിരിക്കുള്ളൂ. അപ്പോൾ ആ സെക്ഷൽ അട്രാക്ഷൻ അത് പിന്നെ ബ്ലഡ് റിലേഷൻ ഇല്ലാത്ത അല്ലെങ്കിൽ ആ രൂപത്തിൽ ഇല്ലാത്ത ആരോടും തോന്നാം എന്നുള്ളതാണ്. അത് ഏതൊക്കെ പുരുഷന് തോന്നും, ഏതൊക്കെ പുരുഷന് തോന്നുന്നു, ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. ഇവരൊക്കെ ഏത് യൂണിവേഴ്സിലാണ് ജീവിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇവരെ കാഴ്ചപ്പാടിൽ ആണുങ്ങൾക്ക് ഒരു പെണ്ണിനെ കാണുമ്പോൾ തോന്നുന്ന രണ്ട് വികാരങ്ങളേ ഉള്ളൂ. ഒന്നില്ലെങ്കിൽ സെക്ഷൽ അട്രാക്ഷൻ, അല്ലെങ്കിൽ സെക്ഷൽ അവേഷൻ. ഇത് വെച്ചിട്ടാണ് തരംതിരിക്കുന്നത് പോലും. അതായത് ഈ സെക്ഷൽ അവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ താല്പര്യമില്ലായ്മയല്ല. ഇത് സെക്ഷൽ അവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്സിനോടുള്ള വെറുപ്പ് അല്ലെങ്കിൽ അതിനോട് തോന്നുന്ന ഭയമാണ്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള ഫീലിങ്സ് ഉണ്ട്, ആണുങ്ങൾക്ക് പെണ്ണുങ്ങളോടുള്ള ഫീലിങ്സ്. അതായത് ഒരു മനുഷ്യനെ കാണുന്ന രീതി ഇവർ ചിന്തിക്കുന്ന പോലുമില്ല. ഇവർ ആണുങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്സ് ചെയ്യാനുള്ള ആൾക്കാർ, പെണ്ണുങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്സ് ചെയ്യപ്പെടാനുള്ള ആൾക്കാർ. ഈ 2 ഫീലിങ്സ് അല്ലാതെ ഇവർക്ക് മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ജീവി എന്നുള്ളൊരു പരിഗണന ഇവർ കൊടുക്കുന്നില്ല പെണ്ണുങ്ങൾക്ക്. ഇതെങ്ങനെ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാനാണ്? ഒരാണിനും ഒരു പെണ്ണിനോട് ഈ ഒരു ഫീലിങ്സ് മാത്രമല്ല ഈ ലോകത്തുള്ളത്. ഇവർ പറയണത് ഒരു ആണിന് ഒരു പെണ്ണിൻ്റെ അടുത്ത് ഫ്രണ്ടായിട്ട് ഇരിക്കാൻ പറ്റില്ലെന്നാ. ഇവർ പറയുന്ന പോലത്തെ ആൾക്കാരുണ്ടാവും, വളരെ ചെറിയ ശതമാനം ആൾക്കാരുണ്ടാവും. പക്ഷേ ഭൂരിഭാഗം ആൾക്കാരും ആരെങ്ങനെ കാണണം എന്നുള്ള ബോധമുള്ള മനുഷ്യരാണ്. ഇപ്പോൾ ഇവർ പറയുന്ന അനുസരിച്ച് ബ്ലഡ് റിലേഷനിലല്ലാത്ത ആൾക്കാരെ മൊത്തം ഇതേപോലെ ഡിവൈഡ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ വൈഫിനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതാണോ, ഈ ഒരു 2 കാറ്റഗറിയാണോ നിങ്ങൾക്ക് തരംതിരിക്കാൻ പറ്റുന്നത്? അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ മകളെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതാണോ തോന്നുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ റോട്ടിൽ കാണുന്ന, നിങ്ങൾ ബസ്സിൽ ഒന്നിച്ചിരുന്ന് പോകുന്ന, അല്ലെങ്കിൽ ഒരു സിനിമാ തിയേറ്ററിൽ കാണുന്ന, അങ്ങനത്തെ പൊതു ഇടങ്ങളിൽ കാണുന്ന സകല പെണ്ണുങ്ങളെയും നിങ്ങൾ ഈ 2 സാധനം വെച്ചിട്ടാണോ തരംതിരിക്കുന്നത്? നിങ്ങൾക്ക് അതിൻ്റെ ഇടയിലുള്ള ഒരു ഫീലിങ്സ് മനസ്സിലായിട്ടില്ല ഇതുവരെ. ഒരു മനുഷ്യനോട് തോന്നുന്ന ഫീലിങ്സ് ഉണ്ട്. അവിടെ എനിക്കിപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരുടെ അടുത്ത് തോന്നുന്നത്, ഞാൻ എൻ്റെ ഒരു ആണിൻ്റെ അടുത്ത്, ഒരു ആൺകൂട്ടുകാരുടെ അടുത്ത് തോന്നുന്ന അതേ ഫ്രണ്ട്ഷിപ്പ്, അതേ ഫീലാണ് എനിക്കൊരു പെൺകൂട്ടുകാരുടെ അടുത്ത് തോന്നുന്നത്. അല്ലാതെ അവളൊരു പെണ്ണാണ്, അവൾ ഇങ്ങനെ സെക്സ് ചെയ്യപ്പെടാനുള്ള ഒരു സാധനമാണെന്നല്ല ചിന്തിക്കുന്നേ. ബോധമില്ലടാ നിനക്കൊന്നും, മനസ്സിലാവുന്നില്ല. നീയൊക്കെ നിന്റെ ആശയങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അത് ശരിയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് എന്ത് വലിയ മാനക്കേടുകളാ വിളിച്ച് പറയുന്നറിയാം ആണുങ്ങളെ പറ്റിയിട്ട്.